അപ്പോൾ മുമ്പൊക്കെ അതായത് ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു കാലത്ത് വെച്ചിരുന്നൊരു കറി വെച്ചാൽ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കും. പക്ഷേ ഈ ചിക്കൻ കറി വെച്ചിട്ട് പിന്നെ ഒന്ന് വെളിച്ചെണ്ണയിൽ വരട്ടിയെടുക്കലുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളിയോ തക്കാളിയോ ഒക്കെ വീണ്ടും മുറിച്ചിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെയും ചെയ്യലുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. നമുക്ക് സാധാരണ കറി വെച്ച് കഴിക്കുന്നതിലേറെ ടേസ്റ്റാണ് പിന്നീട് അതൊന്ന് വഴറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ചിക്കൻ കറി വയ്ക്കാനുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട് ആക്കിയത്. പിന്നെ ഇതാ ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളകൊക്കെ ഉണ്ട്. ചിക്കൻ ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതാ ഉള്ളി ഓരോന്നായിട്ട് ഇങ്ങനെ ആയത് പച്ചക്കറി അതിലേക്കുള്ള ചേരുവകൾ അതൊക്കെ ശരിയാക്കാം. ഒക്കെ ആദ്യം തോലെത്തട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ തോലത്തിൽ കഴിഞ്ഞ് കഴുകി വെച്ചു. നമുക്ക് ഉള്ളി തന്നെ എടുക്കാം. ആദ്യം ഒക്കെ ഒന്ന് നുറുക്കാം. അപ്പം ഇന്ന് ഏതായാലും നമ്മൾ ചിക്കൻ ഇപ്പോൾ കുറേ ദിവസമായി, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് വാങ്ങിയത്. പിന്നെ വേറെ വെജിറ്റബിൾസ് പറഞ്ഞാൽ ഇതില്ല. ഇപ്പോൾ ഇതിൽ തന്നെ കുറേ ചേരുവകൾ ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി ആണെങ്കിലും വെജിറ്റബിൾസ് കുറേ ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് സലാഡുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് പച്ചക്കറികളും ആയി ഒപ്പം കഴിക്കുന്നുണ്ട്. ഒക്കെ വഴറ്റാൻ സൗകര്യത്തിന് ഓരോ പാത്രങ്ങളിലാക്കി മാറ്റി ഇങ്ങനെ വയ്ക്കാം. പിന്നെ തക്കാളി ഒരു അത്യാവശ്യം നല്ല പഴുത്ത വലിയ തക്കാളിയാണ്. 3 തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് കിഴങ്ങ് എല്ലാം എന്താ നുറുക്കി ഇവിടെ ഒക്കെ ഓരോ പാത്രത്തിലായിട്ട് ഒക്കെ മാറ്റി വെച്ചു. ഇനി ഇതാ നമുക്ക് പാത്രം വെച്ച് നമ്മളെ വെളിച്ചെണ്ണ അത് ഒഴിക്കാം. ഈ പാത്രത്തിലാവുകൊണ്ട് പാകത്തിന് ഒഴിക്കാം. നല്ല സുഖം. അത് ഈ പാത്രം വാങ്ങിയത് നന്നായി അതല്ലേ ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഇതാ ഒക്കെ ചൂടായ ശേഷം നമുക്ക് ഉള്ളി, പച്ചമുളകും അത് ഏതായാലും നമുക്ക് ചിക്കൻ കറിയാണ്. ഇത് നല്ല വറ്റിച്ചിട്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ പിന്നെ ഒന്ന് നമ്മൾ വരട്ടിയെടുക്കും. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ എന്തായാലും ഞങ്ങൾ ചിക്കൻ വാങ്ങലുണ്ട്. മീനൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുമല്ലോ. 2 ആഴ്ച കൂടുമ്പോഴാണ് ഞങ്ങൾ വാങ്ങൽ, അല്ലേ? ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴേ വാങ്ങലുള്ളൂ. മറ്റേ ഞങ്ങൾ മീനാ വാങ്ങലുണ്ട്. അപ്പോൾ അത് രണ്ടൊന്ന് വഴന്ന ശേഷം ഇതാ നമ്മൾ തക്കാളി നുറുക്കിയത് അത് ചേർക്കാം. പിന്നെ ഇപ്പോൾ അത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് ഞങ്ങൾ വറുത്ത് വെച്ചതുകൊണ്ട് ഇവിടെ വറക്കാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ പുതിയൊരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി. പഴയത് കഴിഞ്ഞു. ഇതും അതുപോലെ തന്നെയാണ്, സൗകര്യമാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് എന്നുണ്ട് എടുക്കാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഒക്കെ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇനി അതിലേക്ക് ഇതാ നമ്മൾ ഗരം മസാല, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇത് 3ഉം ഒഴിച്ച് ഇതാ നമ്മൾ നല്ലപോലെ ഇളക്കിയെടുത്ത് പിന്നെ ഇതാ കിഴങ്ങ് നുറുക്കിയത്, ഇനി ചിക്കനും കഷ്ണങ്ങളും നല്ല പോലെ എന്നിട്ട് ഇളക്കിയെടുക്കാം. ഒന്ന് നല്ല പോലെ ഇളക്കി എല്ലാം മസാലകളൊക്കെ ഒന്ന് ആ ഇറച്ചി കഷ്ണങ്ങളിലൊക്കെ പിടിച്ച ശേഷം ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാ അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്ക് വെന്തിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് എടുത്ത് ഒക്കെ ഇളക്കി കൊടുക്കാം. ഇതാ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില
പിന്നെ വെള്ളം ഇല്ലാതെയാണല്ലോ. അപ്പോൾ പിന്നെ ഇതാ കറിവേപ്പില പറ്റിയ രൂപത്തിൽ തന്നെയാണിത്. പിന്നെ പുതിന മല്ലിച്ചപ്പ് അതും ചേർത്ത് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അത് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് പപ്പടം കാച്ചുണ്ട് ആദ്യം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലായി അമ്മ. അപ്പം ഇനി അത് ഏതായാലും കാച്ചി എടുക്കാം. ഇത് കാച്ചെടുത്ത ശേഷം വേണം നമുക്ക് ഈ ചട്ടിയിൽ ഒക്കെ നല്ലപോലെ അത് വഴറ്റിയെടുക്കാൻ. പപ്പടം കാച്ചിൽ കഴിഞ്ഞാൽ പിന്നെ ഈ ചട്ടി തന്നെയാണ് നമുക്ക് ഇപ്പം ചിക്കൻ വെച്ചത് അതൊന്നിട്ട് നന്നാക്കിയിട്ട് പുരട്ടിയെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ രുചി ഒന്നുകൂടി കൂടാം. പപ്പടം കാച്ചിൽ കഴിഞ്ഞു. അവിടെ അടച്ചു വയ്ക്കാം പാത്രം. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഞങ്ങൾ പാർന്നിട്ടുണ്ട് വേറെ. പപ്പടം കാച്ചാനുള്ള വെളിച്ചെണ്ണ ആദ്യം പാർന്നിട്ടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചിക്കൻ അത് എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഇതിൽ ഒന്നിട്ട് ഇളക്കിയെടുക്കുക. അതിപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നുള്ളെങ്കിലും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനിയിപ്പോൾ ഇതിൽ തന്നെ വേണമെങ്കിൽ ലേശം കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വീണ്ടും ഇളക്കി അങ്ങനെ എടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാതെ അത് ഇവിടെ റെഡിയായി. പിന്നെ നമുക്കിന്ന് സലാഡ്, വെജിറ്റബിൾ സലാഡ്, നമുക്ക് ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി എല്ലാം ചേർത്ത് തൈര്, ഉപ്പ് ഒക്കെ ചേർത്ത് നല്ല പോലെ അതിവിടെ ഇളക്കി റെഡിയാക്കി ഇവിടെ വെച്ചത് അതിവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു മേഘങ്ങളൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ. അതായത് 11 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മളെ പൂച്ച അവിടെ റെഡി ആയിട്ട് കിടക്കുന്നുണ്ട്. ചിക്കൻ കറീൻ്റെ വാസനയൊക്കെ കേട്ട് പൂച്ചയ്ക്ക് ഊണഴിക്കാൻ ഇറങ്ങാനായി. ചെറിയൊരു മഴക്കാറുണ്ടെന്ന്. സമയം 12 മണിയായി. അപ്പോൾ ഊണ് കഴിക്കായി. ഇന്നിപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഉള്ളത് നമ്മളെ ചിക്കൻ വരട്ടിയത് തന്നെയാണ് നമ്മളെ പ്രധാനം ഇന്നത്തെ. പിന്നെ നമ്മളൊരു സലാഡ് ഉണ്ട്. പിന്നെ നമ്മൾ പതിവ് പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയാണ്. അമ്മയ്ക്കും അത് ഇങ്ങനെ വരട്ടിയത് നല്ല ഇഷ്ടമാണ്. സാധാരണ കറി വെച്ച ശേഷം തന്നെ വരട്ടിയത് അത് അമ്മയ്ക്ക് നല്ല തൃപ്തി ആയിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.